the unit cell dimensions of a particular crystal system. Okay, so പല തരത്തിലുള്ള crystal systems നമുക്കുണ്ട്. Octahedral, rhombohedral, like that, cubic. So അതിൽ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ a is equal to b is equal to c, alpha is equal to beta is equal to gamma is not equal to 90 degree. Identify the crystal system. So e parameters in the description is the description of rhombohedral crystal system. Crystallizes in a FCC unit cell with edge length 0.556 mm. Calculate the density of the metal. It contains 0.2% Frenkel defect. Okay. So Frenkel defect കാരണം ഒരിക്കലും ഡെൻസിറ്റി ചേഞ്ച് വരില്ല. സോ ഡിന്റെ ഫോർമുല, ഡെൻസിറ്റിയുടെ ഫോർമുല ഈ തന്നിരിക്കുന്നതാണ്. അതിൽ Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ്, അതായത് എഫക്റ്റീവ് ഇൻ എ യൂണിറ്റ് സെൽ. M എന്ന് പറയുന്നത് മോളിക്യുലർ മാസ്, A പറയുന്നത് യൂണിറ്റ് സെല്ലിന്റെ സൈഡ് ലെങ്ത്, NA പറയുന്നത് അവഗാഡ്രോ നമ്പർ. ഓക്കെ, സോ ഇതില് നമ്മളോട് പറഞ്ഞിട്ടുള്ള FCC യൂണിറ്റ് സെൽ ആയതുകൊണ്ട് Z is equal to 4 ആൻഡ് കാൽഷ്യം ആയതുകൊണ്ട് M is equal to 40. NA നമുക്കറിയാം ആൻഡ് എയും നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ അത് ഇൻപുട്ട് ചെയ്ത് ഫൈനലി വി ഗോട്ട് 1.5463 gram per cubic centimeter. അത് കഴിഞ്ഞ് അടുത്ത് നമ്മളിപ്പോൾ ഷോർട്ട് കിറ്റ് ഇഫക്റ്റ് ആണെങ്കിൽ, ഷോർട്ട് കിറ്റ് ഇഫക്റ്റ് ഡെഫിനറ്റ്ലി വിൽ എഫക്ട് ദ ഡെൻസിറ്റി. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച ഡെൻസിറ്റിയുടെ എത്ര, ഡെൻസിറ്റിന്ന് അതിന്റെ ഒരു 0.1% ഓഫ് ദാറ്റ് ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്യണം. സോ അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദിസ് 0.1 എടുക്കാൻ കാരണം ക്വസ്റ്റ്യനിൽ 0.1% ഷോർട്ട് കിറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. A cubic solid is made up of elements P and Q. Atoms P are at the corners of the cube and Q at the body center. So BCC രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. So identify the formula of the compound. So ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് യൂണിറ്റ് സെൽ. Let this be the unit cell. ഇതിന്റെ കോർണറിൽ we have 8 atoms. Okay, ഇവിടെ 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 സോ നമുക്ക് 8 ആറ്റംസ് ആ കണക്കിനായി. അത് കഴിഞ്ഞ് നമുക്ക് ഒരെണ്ണം ബോഡീസ്, അതായത് പി ആണ് കോർണേഴ്സിലുള്ളത് ആൻഡ് ഒരെണ്ണം നമുക്ക് ബോഡിയുടെ സെന്ററിലുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം കോർണറിലുള്ള ഒരു ആറ്റത്തിന്റെ ഈ യൂണിറ്റ് സെല്ലിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അതുപോലത്തെ എത്ര ആറ്റംസ് ഉണ്ട്, 8. സോ 1/8 into 8, 1 ആറ്റം. അപ്പൊ നമ്പർ ഓഫ് പി ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത നമ്പർ ഓഫ് ക്യൂ ആറ്റംസ്. ഓക്കെ, അപ്പൊ ബോഡി സെന്റർ, അതായത് നടുക്ക് ഒരു സെൻട്രൽ സ്പിയർ ആണ്. അപ്പൊ അതിന്റെ അത് എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട്, 1. കാരണം അത് മൊത്തത്തില് യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിലാണ്, വേറെ യൂണിറ്റ് സെൽ ആയിട്ട് അത് ഷെയർ ആവുന്നില്ല. So number of Q atoms 1. So molecular formula എത്ര വരും, 1:1 ആയതുകൊണ്ട് PQ. If an additional P atom is added to the body center, what would be the formula? അപ്പോൾ എത്ര ആയിരിക്കും റേഷ്യോ, 1 + 1 is to 1. അപ്പോൾ 2:1. അപ്പോൾ P2Q. Identify the crystal systems which have the following crystal mean just 1L. Orthographic dimensions. Give one example for each. A is not equal to B is not equal to C and alpha is equal to beta is equal to gamma is equal to 90 degree. ഇത് orthorhombic ആണ്. So this is an example of orthorhombic.
റോംബിക് സൾഫർ ഒക്കെ ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. അടുത്ത A is equal to B not equal to C, alpha is equal to beta is equal to 90 degree, gamma വന്നിട്ട് 120 degree. ഇത് ഹെക്സഗണൽ സ്ട്രക്ചർ ആണ്. ഗ്രാഫൈറ്റ്, ZNO, CDS ഇതെല്ലാം ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. Certain metal M crystallizes in FCZ lattice. It forms a compound with element A and B. A occupies all the octahedral voids and B occupies half of the tetrahedral voids. Find out the empirical formula of a compound. So basically, ഒരു മെറ്റലോ whatever it is, അത് FCC ക്രിസ്റ്റലിൽ ആണ് ഉള്ളതെന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു യൂണിറ്റ് സെൽ എങ്ങനെയാണെന്ന് വെച്ചാൽ n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട് ആൻഡ് 2n നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എം എന്താണ്, FCC ലാറ്റസിലാണ്. അപ്പോൾ എമ്മിന്റെ എത്ര ആറ്റംസ് ഉണ്ടാവും, n ആറ്റംസ് ഉണ്ടാവും. ആൻഡ് എ എന്താ പറഞ്ഞിട്ടുള്ളത്, എ ഓക്യുപ്പൈസ് ഓൾ ദ ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഓൾ ദ ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ n ആറ്റംസ് ഓഫ് എ ഉണ്ടാവും. ബി എങ്ങനെയാണ്, ഹാഫ് ഓഫ് ദ ടെട്രാഹെഡ്രൽ വോയിഡ്സ്. ഹാഫ് ഓഫ് ദ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും n, കാരണം 2n by 2, so n. So m is to a is to b എടുക്കുമ്പോൾ 1:1:1 ആണ് വരിക. അപ്പൊ അതിന്റെ എംപിറിക്കൽ ഫോർമുല MAB എന്നാണ് വരിക. Dimensions of a particular crystal system, A is equal to B is equal to C, alpha is equal to beta is equal to gamma is not equal to 90 degree. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ക്യൂബിക് ഉണ്ട്, ഓർത്തോറോംബിക് ഉണ്ട്, റോംബോഹെഡ്രൽ ഉണ്ട്. സോ ഇവിടെ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് അനുസരിച്ച് ഈ സിസ്റ്റം റോംബോഹെഡ്രൽ ആണ്, ഓർ ട്രൈഗോണൽ ക്രിസ്റ്റൽ സിസ്റ്റം. അതിന് എക്സാമ്പിൾ CaCO3, സിനബാർ, ഇതെല്ലാം ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിലാണ് ഉണ്ടാവുക. ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ്, ആറ്റം A are arranged in CCP array and B occupy all the octahedral voids and half of the tetrahedral voids. What is the formula of the compound? So basically നമുക്ക് അറിയേണ്ട എന്താന്ന് വെച്ചാൽ, ഒരു യൂണിറ്റ് സെല്ലില് ഒരു യൂണിറ്റ് സെല്ലില് if there is n number of atoms, there is n number of octahedral voids and 2n number of tetrahedral voids. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് A എത്ര എണ്ണം ഉണ്ട്, n ആറ്റംസ് ഉണ്ട്. B എത്ര ആയിരിക്കും ഉണ്ടാവുക, ഒക്ടാഹെഡ്രൽ മൊത്തം എല്ലാ വോയിഡ്സ് കൊടുക്കുന്നുണ്ട്, ടെട്രാഹെഡ്രലിന്റെ ഹാഫ്, അപ്പൊ 2n ഹാഫ് എന്ന് പറഞ്ഞാൽ n. സോ ബേസിക്കലി A വന്നിട്ട് n ഉം B വന്നിട്ട് 2n ഉം. സോ വാട്ട് വിൽ ബി ദ റേഷ്യോ, 1:2. സോ AB2 അങ്ങനെയാണ്. CCP are two different ways of 3-dimensional close packing. Okay, so ഇത് hexagonal, ഇത് cubic close packing. So ഇതില് will HCP and CCP structure for a given element have same density? Yes, കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ യൂണിറ്റ് സെൽ, അതായത് യൂണിറ്റ് സെല്ലിന്റെ ഒരു സൈഡ് A എടുക്കുകയാണെങ്കിൽ that will be equal for both. ആൻഡ് if molecular mass equal എടുക്കുകയാണ്, അവഗാഡ്രോ നമ്പർ എന്തായാലും രണ്ടിനും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാവുമ്പോൾ പിന്നെ നമുക്ക് നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ. സോ ഇതിൽ കോർഡിനേഷൻ നമ്പർ രണ്ടിലും സെയിം ആണ്. ഇറ്റ്സ് ബോത്ത് ഇറ്റ്സ് 12. സോ പാക്കിംഗ് ഫ്രാക്ഷൻ ഇസ് സെയിം. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റിയും സെയിം ആയിരിക്കും. അടുത്ത, വാട്ട് ഈസ് ദ അവൈലബിൾ സ്പേസ് ഓക്യുപ്പൈഡ് ഇൻ HCP ആൻഡ് CCP? സോ അവൈലബിൾ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ, അതായത് പാക്കിംഗ് ഫ്രാക്ഷൻ തന്നെയാണ് ചോദിക്കുന്നത്. സോ ബേസിക്കലി എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് വന്നിട്ട് A ആയിരിക്കും. സോ അതിന്റെ വോള്യൂം A³ ആയിരിക്കും. ഇതില് ഇൻ എഫക്ട് Z, അതായത് ഒരു യൂണിറ്റ് സെല്ലിൽ ഇൻ എഫക്ട് Z നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഒരു ആറ്റത്തിന്റെ റേഡിയസ് 6 ആണ്. ആൻഡ് ഈ ആറിനും ഈനും തമ്മിലുള്ള റിലേഷൻ വെച്ച് ഈ Z നമ്പറും വെച്ച് നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കുമ്പോൾ HCP ആൻഡ് CCPക്ക് 74% അവൈലബിൾ സ്പേസ് ആണ് വരുന്നത്.
of stoichiometric defect is shown by AgCl. ഒന്നല്ലെങ്കിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഫ്രെങ്കൽ ഡിഫക്റ്റ്. ദീസ് ആർ ദ 2 types of ഷോർട്ട് കീ ഡിഫക്ട്സ്. AgCl എന്ന് പറഞ്ഞാൽ Ag+ ആൻഡ് Cl- ആണ് ഇതിന്റെ 2 അയോൺസ്. അപ്പൊ ഇതിന്റെ രണ്ടും സൈസ് കമ്പയർ ചെയ്യുമ്പോൾ Ag+ന്റെ സൈസ് ഇസ് മച്ച് മോർ ദാൻ Cl- സൈസ്. അപ്പോൾ ഇത്രയും സൈസ് ഡിഫറൻസ് ഉള്ള സമയത്ത് ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണ് അത് കാണിക്കുക. Which substance exhibit both Schottky and Frenkel defect? Okay, ഇത് രണ്ടും ക്രിസ്റ്റൽ ഡിഫക്ട്സ് ആണ്. സോ ഇതില് രണ്ടും ഇതാക്കാൻ പറ്റുന്നത് AgBr ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. Number of atoms per unit cell of BCC structure is 8 corner atoms ആണ് ഒരു BCC unit cell with 1/8 effect. അപ്പോൾ 8 into 1/8 1, അത് ഒരു ആറ്റമായി. അടുത്ത് ഒരു സെൻട്രൽ ആറ്റം ഉണ്ട് ആൻഡ് അത് ഒരു ആറ്റത്തിന്റെ എഫക്റ്റ് തന്നെ. സോ 1 + 1 2 ആണ് നമ്പർ ഓഫ് ആറ്റംസ്. ആൻഡ് N, the element N forms CCP and atoms M occupy 1/3 of tetrahedral voids. What is the formula of the compound? So basically നമുക്കറിയാം CCPയിൽ ഇപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/8 into 8. അതായത് കോർണർ ആറ്റംസ് ആണ് ബേസിക്കലി ഉണ്ടാവുക. സോ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ 2 into നമ്പർ ഓഫ് ആറ്റംസ്. ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സാധാരണ ഇതിലില്ല, പക്ഷേ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ n ആണ്. സോ ഹിയർ ടെട്രാഹെഡ്രൽ വോയിഡ്സേ ഉള്ളൂ. സോ 2 into n. n എന്ന് പറയുന്നത് എത്രയാണ്? 1. സോ ആൻഡ് മാത്രമല്ല ടോട്ടൽ നമ്പർ ഓഫ് M എന്ന് പറയുന്നത് എത്ര? 1/3 ഓഫ് ദിസ്. അപ്പൊ 2 into 1/3. അപ്പൊ അതിന്റെ ഫോർമുല പറയുമ്പോൾ M⁻n എന്ന് പറയുമ്പോൾ 2/3 into 1. So the formula will be M2N3. Intermolecular forces explain why do some substances exist as solids. Okay. So when the constituent particles of a substance are closely packed, that the intermolecular force of attraction are much stronger than thermal energy, the substance exists as solid. കാരണം നമുക്ക് പല തരത്തിലുള്ള സ്റ്റേറ്റുകളുണ്ട്. അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്. ഇതിൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. സോ അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആയിട്ട് അതിന് കൺവേർഷൻ വരാനുള്ള തെർമൽ എനർജിനേക്കാളും കൂടുതൽ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് സോളിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. Conductors can be obtained by doping silicon with Al or P. What is the basic difference between these doping? So Si doped with Al, aluminium, produces P-type semiconductors. Okay, and conductivity is due to the formation of positive holes. അതേ നേരം Si phosphorus ഇതാക്കുമ്പോൾ N-type ലായിരിക്കും. And this conductivity is usually due to extra electrons. Q and Al crystalline in FCC lattice. Calculate the number of atoms present in per unit cell of Al. Okay, so FCC lattice എങ്ങനെയാണെന്ന് വെച്ചാൽ, so let this be the unit cell. ഇതാണ് unit cell, ഒരു cube formula. And FCC എങ്ങനെയാണെന്ന് വെച്ചാൽ, we have corner atoms 8 എണ്ണം ഉണ്ട്. ഈ കോർണറിൽ, ഈ കോർണറിൽ, ഈ കോർണറിൽ, ഹിയർ, ഹിയർ. ആൻഡ് അത് കൂടാഞ്ഞിട്ട് നമുക്ക് സെന്ററിൽ, അതായത് എല്ലാ ഫേസിന്റെ സെന്ററിലും we have atoms. So basically കോർണറിലുള്ള ഒരു ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആണ്. അതുപോലത്തെ 8 ആറ്റംസ് ഉണ്ട്. സോ 1 ആണ് ഇൻ എഫക്റ്റ് വരുന്നത്. ഫേസ് സെന്റർ എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് സെല്ലാണ് ഒരു ഫേസ് സെന്ററിന്റെ ആറ്റം ഇതാക്കുന്നത്. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/2. അതുപോലത്തെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. സോ ദാറ്റ് ഇസ് 3. അപ്പൊ 3 + 1 വിൽ ഗിവ് 4. അപ്പൊ ബേസിക്കലി നമുക്ക് 4 ആറ്റംസ് ആണ് ഇറ്റ്സ് പ്രസന്റ്. In a crystalline solid, some point defect is observed when a vacancy is created by an ion missing from its normal position. ഇതിന്റെ പേരാണ് Schottky defect. ഇത് കാരണം ഡെൻസിറ്റി കുറയും.